ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, ലം അറാക തസൂമു ശഹ്റൻ മിന ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. ഷഅബാനിൽ അന്ന് നോമ്പെടുക്കുന്ന അത്ര ഒരു മാസത്തിൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയോട് പ്രതികരിക്കുന്നത്, ദാക ശഹ്റുൻ യഗ്ഫുലു الناس عنه ബൈന റജബിൻ വറമദാൻ വഹുവ ശഹ്റുൻ തുർഫഉ الأعمال إلى رب العالمين وأنا أحب أن يرفع عملي وأنا صائم. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്. എന്താ? ദാക ശഹ്റുൻ, ഈ ശഅബാൻ മാസം, യഗ്ഫുലു الناس عنه, ജനങ്ങൾ ആ മാസത്തൊട്ട് ശ്രദ്ധ കുറവിലാണ്, അശ്രദ്ധയിലാണ്. ബൈന റജബിൻ ഓ റമദാൻ, ശഅബാൻ റജബിൻ്റെയും റമദാൻ്റെയും ഇടയിലാണ്. റമദാനിൽ ആളുകൾ സജീവ ശ്രദ്ധയാണ്, എന്നാൽ റമദാൻ പുണ്യത്തിൻ്റെ പൂക്കാലം ആ നിലക്ക്. പിന്നെ റജബ് ആളുകൾ ശ്രദ്ധിക്കുന്ന മാസമാണ്. കാരണം എന്തുകൊണ്ട്? റജബ് പണ്ടേ ജാഹിലിയത്തിൽ ഇതര മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകത വിശിഷ്യ ഖുറൈശികൾക്ക് റജബിനെ കുറിച്ചുണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിൽ ജനങ്ങൾ അശ്രദ്ധമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അനുബന്ധം പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ ശഅബാൻ മാസത്തിൽ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. വ അന ഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിം, ഞാനൊരു നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ട്. ഈ അമലുകൾ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലക്കുകൾ നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് മാനം കയറുക എന്നുള്ളതാണ്, റബ്ബിങ്കൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോമ്പുകാരനായിരിക്കെ തൻ്റെ അമലുകൾ ഉയർത്തപ്പെടുകയും അത് അവിടെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നോമ്പ് അമലുകളിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അനുഗ്രഹീതമായൊരു പുണ്യമാണ്.